സത്യം തുറന്നു പറയുകയും ജനങ്ങളുടെ ശബ്ദമാവുകയും ചെയ്യുന്ന മാധ്യമങ്ങളെ അധികാരികൾ അപകടകാരികളായാണ് കാണുന്നതെന്ന് ന്യൂസ് ക്ലിക്ക് സ്ഥാപക എഡിറ്റർ പ്രബീർ പുർക്കായസ്ത. മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ബദൽ മാധ്യമ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ നടന്ന ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു പ്രബീർ പുർക്കായസ്ത. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് നേതൃത്വത്തിലാണ് ഡിജിറ്റൽ മീഡിയ ജനപക്ഷ ബദലിന്റെ സൃഷ്ടി എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. വിമത ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങളെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ശക്തിപ്പെടുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രബീർ പുർക്കായസ്ത പറഞ്ഞു. വിമത ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങളുടെ സംഘടിത പോരാട്ടം വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. But also creates the need then of the rulers to see that what is being printed, what is being published should be quote unquote controlled. മോദി ഭരണകാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വയം സെൻസർഷിപ്പ് നടത്തുകയാണ്. കായിക പേജിൽ ഉൾപ്പെടെ മോദിയുടെ ചിത്രങ്ങളും വാർത്തകളുമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവിരുദ്ധ ഉള്ളടക്കം ജനങ്ങളിൽ എത്താതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നതെന്ന് പ്രഭാഷണം നടത്തിയ ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ചെയർമാൻ വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.